അങ്ങനെ നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ, അതായത് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നും കല്ലാർകുട്ടി പാലം കയറി നെടുങ്കണ്ടം പോണ റൂട്ടുണ്ട്. നെടുങ്കണ്ടം പോകുന്നതിൽ മുള്ളിരിക്കുടി കൂടി നെടുങ്കണ്ടം പോണ റൂട്ട്. ആ റൂട്ടിൽ കൈലാസം എന്നൊരു സ്ഥലത്തുണ്ട്. അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അതായത് പൊതുവേ നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഒരു അല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ചൂട്ടിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിലെ തൂവൽ വാട്ടർഫാൾസ് ആണെങ്കിൽ പോലും അതിൻ്റെ മേളിലായിട്ട് നമുക്ക് കൈവരിയുണ്ടത് ചെറിയ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം ആസ്വദിച്ചത്. എന്നാൽ ഇന്ന് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അവിടെ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ. പണിക്കുംകൂടി കവർ ചെയ്തു. അങ്ങനെ നമ്മൾ പതേസിലേക്ക് എത്തിട്ടോ. പതേസിൽ നമ്മൾ നേരെ റൈറ്റ് തിരിയുവാണ്. നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, റൈറ്റ് നേരെ എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ കൈലാസം വാട്ടർഫാൾസിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഇപ്പോൾ വന്നപ്പോൾ തൊട്ട് ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും മഴ തോരുന്നതനുസരിച്ച് നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലാം. അവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം കേട്ടോ. വെള്ളച്ചാട്ടത്തിലേക്ക് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ദൂരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ്. അതായത് ഒരുപാട് വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഇപ്പം നമ്മൾ താഴത്തേക്ക് ചെല്ലുമ്പോഴത്തേന് വലിയൊരു പാറയുടെ പുറത്തോടെ താഴത്തേക്ക് വെള്ളം ഒഴുകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ സമയമുണ്ടല്ലോ 12 മണി കഴിഞ്ഞ് 12:30 ആയിട്ടോ. ഈ സമയത്തും നമുക്കിവിടെ നോക്കി കഴിയുമ്പോൾ ഫുള്ള് കോടമഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോകാം കേട്ടോ. അപ്പം തെന്നിത്തിരച്ച് കിടക്കുവാണെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് മാക്സിമം വിഷ്വൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നും കൂടെ പറയാം, അതാണ് കൈലാസം വാട്ടർഫാൾസ്. ഇവിടെ വന്നു കഴിയുമ്പം ഒരു മരം കാണിച്ചു തരാം. നോക്കി എങ്ങനെയുണ്ട്, സൂപ്പറല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം പെട്ടെന്ന് നമുക്കൊരു മഴയോ അല്ലെങ്കിൽ വെയിലത്താണ് വരുന്നതെങ്കിലും ഒരല്പം സമയം ഒന്ന് ഒരു തണലത്തിരിക്കണം, അല്ല മഴ വന്നു കഴിഞ്ഞാൽ ഒരല്പം ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറിയിരിക്കണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ മതി. ഇപ്പോൾ ഇലയൊക്കെ ഒരു അല്പം കുറവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടാം. ഓക്കെ,
നമ്മുടെ അടിമാലി വാട്ടർഫാൾസ് ഉണ്ട്. അടിമാലിയുടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അവിടുത്തെ വാട്ടർഫാൾസും ഇതുപോലെയാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി മാത്രമല്ല, പ്രകൃതിയുടെ ഒരു ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതാണ് ഇത്. നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പം താഴില്ലേ, അവിടുന്ന് താഴത്തേക്ക് വെള്ളം ചാടുന്നതിൻ്റെ ഒരു ഭംഗി എങ്ങനെ ഉണ്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, എന്നാലും താഴത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ അങ്ങോട്ട് വരെ എത്തുക എന്നത് ഒരല്പം റിസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാട്ടിക്കട ഇറങ്ങി പതുക്കെ ചെന്ന് നമുക്ക് അവിടെ നിന്നുള്ളൊരു വിഷ്വലോണ്ടൊന്ന് കവർ ചെയ്യാം കേട്ടോ. എന്നാൽ നമുക്ക് അവിടെ വരുന്ന പോയിട്ട് വരണം. ഓക്കെ, നമ്മൾ ശരിക്കുണ്ടല്ലോ ഈ താഴെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്കുള്ള വിഷ്വൽ എങ്ങനെയായിരിക്കും, അതായത് ശരിക്കും എനിക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആട്ടോ. കാരണം നീങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇവിടുത്തെ വിഷ്വൽ കണ്ടു, നീ താഴെ ചെന്നിട്ട് അതിൻ്റെ താഴത്തേക്കുള്ള വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടാവും വെറുതെ ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇതിൽ പോകും എന്നതിന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, ഈ വഴി പോവാം. പാലിലേക്ക് ഒന്ന് കയറ്റി വെച്ചേക്കാം. അടുത്തായിട്ട് നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ താഴത്തേക്കുള്ള വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് നമുക്കറിയാം. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് ഫുള്ള് കോടമഞ്ഞും കൊണ്ടങ്ങ് നിറഞ്ഞേക്കുവാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ മേളിലായിരുന്നു വരുന്നത്, താഴത്തേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഈ പ്രാവശ്യം താഴത്തേക്ക് ഇറങ്ങി വന്ന് മേളിൽ നിന്നുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും താഴത്തേക്ക് ഒഴുകുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും കൂടെ കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, കാരണം അത്രയ്ക്ക് ഹെവി വാട്ടർഫാൾസ് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതേപോലെയുള്ള കാണാ കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയുള്ള ഹെവി സ്ഥലങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.